ഇന്ദ്രവല്ലരിപ്പൂ ചൂടി വരും സുന്ദര ഹേമന്തരാത്രി എന്നെ നിന്മാറിലെ വനമാലയിലെ മന്ദാരമലരാക്കൂ ഇവിടം വൃന്ദാവനമാക്കൂ. ഇന്ദ്രവല്ലരിപ്പൂ ചൂടി വരും സുന്ദര ഹേമന്തരാത്രി എന്നെ നിന്മാറിലെ വനമാലയിലെ മന്ദാരമലരാക്കൂ ഇവിടം വൃന്ദാവനമാക്കൂ. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഇതാ കണ്ടില്ലേ, നമ്മുടെ വീട്ടിൽ അനധികൃതമായിട്ടൊരു നിർമ്മാണം നടന്നുകൊണ്ടിരിക്കണേ. അതും ഭരതേട്ടൻ്റെ നെഞ്ഞത്തോട്ടന്നെ 2-3 നാരൊക്കെ കൊണ്ടുവന്ന് ഈ ഫാനുമ്മ പിടിപ്പിച്ചിരിക്കാട്ടോ. അവർ ലൊക്കേഷനൊക്കെ കണ്ടുവച്ച് സൈറ്റിൽ പണി തുടങ്ങിയതാ. പക്ഷേ നമുക്ക് ഫാൻ ഇടാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് വെറുതെ വീട് പണി പകുതിയായിട്ട് നമ്മൾ അത് നശിപ്പിച്ച് കളയാനായിട്ട് നല്ലതല്ല. തുടക്കത്തിൽ തന്നെ ഇത് ഇവിടെ പറ്റില്ല എന്ന് പറയണത്. അപ്പോൾ ഞങ്ങൾ ഫാനിട്ട് കാണിച്ചു കൊടുത്തു. അപ്പോൾ കിളി ഭാര്യയോട് ചെന്ന് പറയാണ്, അവിടെ അവർക്ക് ഫാൻ ഇടാനുള്ളതാണ്, നമുക്ക് വേറെ വല്ല ലൊക്കേഷനും അന്വേഷിക്കാം. അങ്ങനെ അവർ വലിയ ഡിസ്കഷനിലാണ്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ പറഞ്ഞ് നിങ്ങൾ ശ്രദ്ധ മാറ്റിയത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇത്ര കാലം എവിടെയായിരുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ എന്നെ പഞ്ഞിക്കിടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കിളിയുടെയും കുയിലിൻ്റെയൊക്കെ കാര്യം പറഞ്ഞ് നിങ്ങളുടെ ശ്രദ്ധ മാറ്റണത്. നിങ്ങൾ എന്നെ മിസ് ചെയ്തിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കമൻസൊക്കെ ഞാൻ കണ്ടു. പിന്നെ സ്ഥിരം മാവേലി വിളി, മാവേലിനെ ചവിട്ടി താഴ്ത്തി പാതാളത്തിൽ എത്തിച്ചു എന്നാണ് നമ്മൾ വിശ്വസിക്കണേ. അപ്പം ഞാൻ പാതാളം വരെയൊന്നും പോയിട്ടില്ല. ഞാനിവിടെ മുതൂറൊക്കെ തന്നെ ഉണ്ട്. എല്ലാവരും അന്വേഷിച്ചതിലും ദീപവും കാര്യങ്ങളും ഒക്കെ കമൻ്റായിട്ട് അറിയിച്ചതിന് ഒരുപാട് സന്തോഷമുണ്ട്. മിക്കവാറും ഇനി ഞാൻ ഇവിടെയൊക്കെ തന്നെ കാണുമെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കണേ. ഇഷ്ടംപോലെ പുതിയ പുതിയ യൂട്യൂബ് ചാനലുകൾ കണ്ടമാനം നമ്മുടെ യൂട്യൂബിൽ കിടന്ന് പറന്ന് നടക്കുന്നുണ്ട്. എന്നിട്ടും നിങ്ങൾ എന്നെ ഓർത്തിരിക്കണമെന്ന് അറിയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ജോലികളിലേക്ക് കിടക്കാം. അപ്പോൾ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മാങ്ങ നമ്മൾ അച്ചാറുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഐഡിയ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു മാങ്ങ എടുത്തിട്ട് ചിലത് വലിയ പീസായിട്ടും ചിലത് കുഞ്ഞു പീസായിട്ടും അങ്ങനെ കണ്ടെന്നുണ്ട അരിഞ്ഞു വയ്ക്കും. അപ്പോൾ ഭരതേട്ടൻ ചോദിക്കും, ഇതെന്താ ഈ മാങ്ങയൊക്കെ ഇങ്ങനെ പല കഷ്ണങ്ങളായിട്ടിരിക്കണേന്ന്. അപ്പോൾ നൈസായിട്ട് ഞാൻ പറയും, അതല്ല, എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റണുള്ളൂ, ഒരു കാര്യം ചെയ്യുമോ ഭരതേട്ടൻ, എനിക്കത് എങ്ങനെയാണ് ശരിക്കും കട്ട് ചെയ്യാമെന്നൊന്ന് കാണിച്ചു തരുമോയെന്ന് ചോദിക്കും. അപ്പോൾ ഭരതേട്ടൻ അതിൻ്റെ നീളം വീതി വിസ്തീർണം കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഒരേ മെഷർമെൻറ്റിൽ ഇങ്ങനെ അരിഞ്ഞ് പെറുക്കി തരും. അത് തന്നെയാണല്ലോ എൻ്റെ ആവശ്യം. അത് കഴിഞ്ഞ് ഒരു മാങ്ങ കഴിഞ്ഞാൽ അടുത്ത മാങ്ങ എടുക്കുമ്പോൾ ഇനി തൊട്ട് നീ ചെയ്തോ എന്ന് പറയും. അപ്പോൾ ഞാൻ അയ്യോ എനിക്ക് കുറച്ചും കൂടി സംശയം ബാക്കിയുണ്ട് അങ്ങനെ പറഞ്ഞിട്ട് വീണ്ടും അടുത്ത മാങ്ങയും കൂടി ഞാൻ ആളെ കൊണ്ട് അരിയിപ്പിക്കും. എൻ്റെ കല്യാണം തീരുമാനിച്ച സമയത്തേ എൻ്റെ ചേച്ചിയുടെ മോന്, അവനന്ന് 3ാം ക്ലാസ്സിൽ പഠിക്കുക, മൂത്ത ചേച്ചിയുടെ മൂത്ത മോനാണ്. അപ്പോൾ എന്നോട് പറയാണ്, അതേ മേമ, ചെക്കൻ്റെ പേര് ഭരതൻ എന്നാണ്, പേര് കേട്ടിട്ട് ആൾ ഭയങ്കര മൊരടനാണെന്ന് തോന്നുന്നുണ്ട്, റഫ് ആൻഡ് ടഫ് പേരാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു കാര്യം ചെയ്തോളൂ മേമ, നന്നായിട്ട് സോപ്പിട്ട് പതപ്പിച്ച് നിർത്തിക്കോളൂ, അപ്പോൾ വലിയ പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ ചന്ദ്രികയും മെഡിമിക്സൊക്കെ നല്ല പതയുള്ള സോപ്പാണ്. അന്ന് ആ 3 വയസ്സിൽ കുട്ടി പറഞ്ഞു തന്ന ഉപദേശമാണ് ഞാൻ ഇപ്പോഴും ഫോളോ ചെയ്യണത്. ഇതിനെങ്ങനെ പതപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ നടത്തിയെടുക്കുകയാണ്. ഭരതേട്ടൻ ഇത് കാണില്ല എന്നുള്ളൊരു വിശ്വാസത്തോട് കൂടിയിട്ടാണ് ഞാൻ പറയണത്. പക്ഷേ ഭരതേട്ടൻ കണ്ടില്ലെങ്കിൽ എന്താ, ഈ വീഡിയോ കാണുന്ന പല ആൾക്കാരും ഉണ്ടല്ലോ, ഭരത ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ എന്നുള്ളത് അറിയിക്കാനും ചാൻസ് ഉണ്ട്. എന്തായാലും പോട്ടെ. അപ്പോൾ ആ 3 വയസ്സ് 3ാം ക്ലാസ്സുകാരന് ഇപ്പോൾ 30 വയസ്സായി, അവൻ കല്യാണമൊക്കെ കഴിച്ചു കൂട്ടാം. അപ്പോൾ ഈ ചന്ദ്രികയും മെഡിമിക്സൊക്കെ അവനും ഉപകാരപ്പെടുത്തിയെന്ന് ഞാൻ അവനെ ആശംസിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ മാങ്ങ അങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള പണി ഞാൻ ചെയ്യും. കട്ട് ചെയ്ത് കിട്ടിയാൽ മതി, ബാക്കി കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ നല്ല ഭംഗിയായിട്ട് ചെയ്തു തരും. അപ്പോൾ കല്ലുപ്പിട്ട് അതുപോലെ തന്നെ മുളക് പൊടിയും അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കുക. ഇപ്പോൾ ഓവർനൈറ്റ് അങ്ങനെ വയ്ക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അപ്പോൾ ഈ ഉപ്പും പുളിയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കൊടുക്കൽ വാങ്ങൽ നടത്തി ഈ മാങ്ങയൊക്കെ നല്ലൊരു പരുവത്തിലാവും. അത് കഴിഞ്ഞിട്ട് വേണം പിന്നെ അതിലേക്ക് എണ്ണയോ ഉലുവ കായം അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ചേർക്കാനായിട്ട്. ഇതിപ്പോൾ ഞാൻ രാവിലെയാണ് ചെയ്ത് വെക്കുന്നത്. ഇത് രാവിലെ മിക്സ് ചെയ്ത് വെച്ചാൽ വൈകുന്നേരം രാത്രി ഒരു 8 മണിയൊക്കെ ആകുമ്പോഴാണ് ഞാൻ ഇതിൻ്റെ ബാക്കി പ്രോസസ്സ് ചെയ്യുക.
അപ്പോൾ ആ സമയം കൊണ്ട് ഈ മാങ്ങയിൽ നിന്ന് നല്ലോണം വെള്ളം ഇറങ്ങിയിട്ടുണ്ടാവും. അതുപോലെ ഈ ഉപ്പ് മാങ്ങയിൽ പിടിക്കുകയും ചെയ്യും. അപ്പോൾ അതാ മുളക് പൊടിയൊക്കെ ഇങ്ങനെ നന്നായി മിക്സ് ചെയ്ത് വെക്കുക. കൈ കൊണ്ട് മിക്സ് ചെയ്യണം എന്നൊക്കെയാണ് പറയണത്. പക്ഷേ എനിക്ക് അങ്ങനെ അധികം മുളക് പൊടി കയ്യിലാക്കി കഴിഞ്ഞാൽ കുറച്ച് സമയം കഴിഞ്ഞാൽ വലിയ സുഖമൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാനിങ്ങനെ ഒരു സ്പൂൺ വെച്ചിട്ടാണ് മിക്സ് ചെയ്യണത്. പിന്നെ നമ്മളിങ്ങനെ ഈ മിക്സ് ചെയ്ത് വെക്കുമ്പോൾ ചില്ലിൻ്റെ എന്തെങ്കിലും പാത്രത്തിലൊക്കെ ആക്കിയിട്ട് വെക്കുകയാണെങ്കിൽ നല്ലതാണ്. നമ്മൾ സ്റ്റീലിൻ്റെയിലൊക്കെ ആക്കി വെച്ചാൽ സ്റ്റീലിൻ്റെ ഒരു ക്ലാവ് പോലെ ഒരു ടേസ്റ്റ് അതിലേക്ക് ഇറങ്ങും. അപ്പോൾ അതിന് നല്ലത് വല്ല ഭരണിയിലോ അതുപോലെ ഇങ്ങനത്തെ ചില്ലിൻ്റെ പാത്രങ്ങളിലോ വെക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. പിന്നെ നമ്മളിത് ഇളക്കി മറിച്ച് ഉപ്പും മുളകും എല്ലായിടത്തും ആക്കി പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ അതിങ്ങനെ എന്താ പറയുക പൊക്കിയിട്ട് ഇങ്ങനെ കറക്കി കറക്കി മിക്സ് ചെയ്ത് കൊടുക്കും. അതിനുശേഷം മിണ്ടാത്തൊരു ഭാഗത്ത് അടച്ചങ്ങ് നീക്കി വയ്ക്കും. വൈകുന്നേരം ഇനി എടുക്കുള്ളൂ. അപ്പോൾ ഇതിലേക്ക് ഇടാനുള്ള ഉലുവ ഇല്ല. അപ്പോൾ ഞാൻ ഉലുവ മേടിച്ച് കൊണ്ടുവരണം എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. പിന്നെ വാട്സപ്പിലൊരു മെസ്സേജും ഇട്ടിട്ടുണ്ട്. ഇതാ ഞാൻ പറഞ്ഞത്. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നു. ഈ ചൈനീസ് ഡിഷസൊക്കെ ഉണ്ടാക്കണ കണ്ടിട്ടില്ലേ, ഇങ്ങനെ കടായി വെച്ച് ഇങ്ങനെ ഇങ്ങനെ കറക്കിയിട്ട്. ഇത് പക്ഷേ ചില്ലിൻ്റെ ബൗളായതുകൊണ്ട് എനിക്ക് ഇത്തിരി പേടിയുണ്ട്. എൻ്റെ കയ്യിനൊരു പ്രശ്നമുണ്ട്. എന്ത് സാധനമാണെങ്കിലും എൻ്റെ കയ്യിൽ നിന്ന് അത് തട്ടിമറിഞ്ഞ് വീണ് 4-5 പീസാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അധികം കയ്യങ്കളിക്ക് നിന്നില്ല. വീണ്ടും സ്പൂൺ വെച്ചിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. ഇപ്പോൾ എല്ലായിടത്തേക്കും ഒരുപോലെ ഇങ്ങനെ ഉപ്പും മുളകൊക്കെ പിടിച്ച് നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പം 3 മാങ്ങയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് ഇങ്ങനെ കട്ട് മാംഗോ പിക്കിൾ. അപ്പോൾ ഇതാവുമ്പോൾ അങ്ങനെ പെട്ടെന്ന് അലുത്ത് പോവില്ല, കുറച്ച് നാൾ ലാസ്റ്റ് ചെയ്യും. അപ്പോൾ അതാ അവിടെ അടച്ച് സ്വസ്ഥമായിട്ട് അങ്ങോട്ട് റെസ്റ്റ് ചെയ്യാൻ വെച്ചു കേട്ടോ. ഇനി നമ്മൾ വൈകുന്നേരമാണ്. അപ്പോൾ നമുക്ക് പകൽ കുറച്ച് ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ചക്ക വേറെ എവിടെ നിന്നുമല്ല, ഞങ്ങളുടെ താഴത്തെ പറമ്പിൽ നിന്നാണ്, ചേട്ടൻ്റെ പറമ്പാണ്. അപ്പോൾ അവിടുത്തെ ചക്ക എന്ന് പറയുമ്പോൾ നല്ല മധുരമാണ്. ഇപ്പോൾ കുറച്ച് മഴയൊക്കെ തുടങ്ങിയതുകൊണ്ട് ചെറുതായിട്ട് വെള്ളം കയറുന്നൊരു പ്രശ്നമുണ്ട്. പക്ഷേ ഇതൊന്നും ഞാൻ കുറച്ച് ചക്കച്ചോളം എടുത്തിട്ട് അരച്ച് വെച്ചതാണ്. ഇത്രയ്ക്ക് തന്നെ അളവ് ഞാൻ മിക്സിയിൽ അരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ പറ്റിങ്ങ വരട്ടി വെക്കാനാണ്. ചക്ക വരട്ടിയത് വെച്ച് ഒരട ഉണ്ടാക്കുമല്ലോ, അത് ചെയ്യാൻ. ഇതിപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് കുറച്ച് ശർക്കരപ്പാനി വേണം. ആ ശർക്കരപ്പാനിയിൽ തന്നെ ചൂടായി വരുന്നതോടുകൂടി ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നാളികേരം, അരിപ്പൊടി, പിന്നെ ഏലക്ക, ചുക്ക്, ജീരകം അതൊക്കെ കൂടി പൊടിച്ച പൊടിയുണ്ടല്ലോ, അതും എല്ലാം ചേർത്ത് ജസ്റ്റ് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ വിചാരിക്കും ഇതൊന്നും ഈ മാങ്ങ ആക്കി വെച്ച ബൗളല്ലേ എന്ന്. അല്ല, ഇങ്ങനത്തെ 2-3 ബൗൾ എൻ്റെ കയ്യിലുണ്ട്. കാരണം എന്താ, അത് ഫ്ലിപ്കാർട്ടിൽ നല്ല ഓഫറിന് 100 രൂപയ്ക്കാണ് കിട്ടിയത് ഈ ബൗള്. അപ്പോൾ പിന്നെ ഞാനൊന്നും നോക്കിയില്ല. അത്യാവശ്യം സൈസ് മെഷർമെൻ്റ് ഒക്കെ അതിൽ എഴുതിയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ചെറിയ ബൗളായിരിക്കും എന്ന്. പക്ഷെ അത്യാവശ്യം സൈസും ഉണ്ട്. അന്ന് 100 രൂപയ്ക്കാണ് അത് കിട്ടിയത്. പല സമയത്തും ഇങ്ങനെ വില ഇങ്ങനെ ഫ്ലക്ച്വേഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഈ വില കുറയണ സമയത്ത് ഞാനപ്പോൾ അത് ഓർഡർ ചെയ്യും. അങ്ങനെ 2-3 എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അതാ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ വേറെ എക്കുമ്പോൾ ഡിസൈൻ ഒന്നുമില്ല, പ്ലെയിനാണ്. അപ്പോൾ നല്ല ക്ലീനാവും. നമ്മൾ വൃത്തിയാക്കാനൊക്കെ ഭയങ്കര എളുപ്പമാണ്. സെർവിങ് ചെയ്യാനായാലും അത്യാവശ്യം അളവ് കൊള്ളും അതിൽ. അപ്പോൾ ഇതാ ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് അപ്പോൾ നമുക്ക് കുറച്ച് പുട്ടുപൊടിയും കൂടി അതിൽ ചേർത്താൽ നല്ലതാട്ടോ. അപ്പോൾ നേരത്തെ ഇട്ടത് നൈസ് അരിപ്പൊടിയാണ്. പിന്നെ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പുട്ടുപൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനങ്ങനെ പ്രത്യേകിച്ച് അളവ് കണക്കൊന്നുമില്ല. ഒരു ഇത്തിരി ലൂസ് ബാറ്റർ ആയാലും കുഴപ്പമില്ല, എന്നാലും അല്ലാതെ അങ്ങോട്ട് ലൂസായി പോകരുത്. പിന്നെ ഈ അരിപ്പൊടിയെക്കാട്ടും ചക്കയുടെ ഫ്ലേവർ വേണം മുകളിലേക്ക് നിൽക്കാനായിട്ട്. ഇത് തന്നെ നമ്മളിങ്ങനെ വഴനയില കുമ്പിൾ കുത്തിയിട്ട് അതിലുണ്ടാക്കും. അപ്പോൾ കുറച്ചുകൂടി ടൈറ്റായിട്ടാണ് മാവ് ഉണ്ടാവുക. അപ്പം ഇത് നമ്മളങ്ങനെ ഫുള്ള് പരത്തില്ല. ഒരു പോർഷനിൽ മാത്രം ഇത്തിരി പരത്തിയിട്ട് മറ്റേ ഭാഗം കൊണ്ട് അടച്ചു വയ്ക്കും. എന്നിട്ട് വെറുതെ അവിടെ ഇവിടെയൊക്കെ ഒന്ന് നമ്മൾ പ്രസ് ചെയ്ത് പരത്തി കൊടുക്കുമ്പോൾ അതുപോലെയാവും. അല്ലാണ്ട് ഫുള്ളായിട്ട് ഇങ്ങനെ പരത്തി ഫില്ലിങ് വെച്ച് അങ്ങനത്തെ അല്ല. ഇതെല്ലാം കൂടിയിട്ടുള്ള മിക്സാണ്. പിന്നെ ഈ ചക്ക പറയാതിരിക്കാൻ വയ്യ, ഇത് തേൻ വരിക്കയാണ്. നല്ല അടിപൊളി മധുരമാണ്. ഇപ്പം മഴ പെയ്തിട്ട് ഇത്തിരി വെള്ളം കയറിയിട്ട് കൂടി ഇത്രയും മധുരം. അതല്ലെങ്കിൽ ശരിക്ക് ഭയങ്കര മധുരമാണ്. നമ്മൾ ശർക്കരയുടെ പോലും ആവശ്യമില്ല. ഇപ്പോൾ വരട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ വളരെ കുറച്ച് ശർക്കര ചേർത്താൽ മതി, അത്രയും മധുരമാണ്. പിന്നെ ഇതിൻ്റെ ചക്കക്കുരു ആയാലും ചെറിയ പരുവത്തിലുള്ള ചക്കയിലും എല്ലാം നല്ല ടേസ്റ്റാണ്. പക്ഷേ സംഭവം എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ പ്ലാവ് നിൽക്കണത് അതിർത്തിയിലാണ്. അതായത് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് താഴെ പാടാണ്. അപ്പോൾ നമ്മളിവിടെ നിന്ന് അങ്ങ് വലിച്ചിട്ടാൽ അങ്ങനെ ഉരുണ്ട് പാടത്തേക്ക് ബൈ ബൈ എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവും. അപ്പോൾ അതൊരു റിസ്ക്കാണ്. അപ്പോൾ ചേട്ടത്തിയമ്മ വരും, ഞാനും ചേട്ടത്തിയമ്മയും കൂടിയിട്ട് ചക്കയമ്മ ഗുസ്തിയൊക്കെ പ്ലാവുമ്മ ഗുസ്തിയൊക്കെ പിടിച്ച് വലിച്ചിടും.
പറയാൻ പറ്റില്ല, ചിലപ്പോൾ കിട്ടിയാൽ കിട്ടി പോയേ പോയി. പിന്നെ ഇപ്പുറത്തൊരു കിണറും ഉണ്ടേ. അപ്പോൾ നമുക്ക് എന്താണ് കൺഫ്യൂഷനാണ്, ഇത് കിട്ടുമോ കിട്ടില്ലേ. പിന്നെ നല്ല ഉയരത്തിലാണ്. ഇനി അടുത്ത പ്രാവശ്യം പ്ലാവുമ്മ എന്താ പറയുക, എന്തോ ചാണകം വെച്ചിട്ട് പൊതിഞ്ഞ് കെട്ട് അങ്ങനെ എന്തെങ്കിലും ചെയ്യണം. അപ്പോൾ താഴത്ത് ഇങ്ങനെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതാ നമ്മുടെ ഇലകളൊക്കെ നല്ല ഈസി അല്ലേ, മറ്റേ അട പോലെയല്ല, ടപ്പേ തന്നെയാണ് ആവണേ. അപ്പം ഓൾറെഡി ഞാനിവിടെ വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളിങ്ങനെ പുഴുങ്ങണ സാധനങ്ങൾക്കൊക്കെ അങ്ങനെയാണല്ലോ, നമ്മൾ ഓൾറെഡി അത് തിളച്ച് അതിൻ്റെ ആവി വരാൻ തുടങ്ങിയതിന് ശേഷം നമ്മൾ വെച്ച് കൊടുക്കുമ്പോഴല്ലോ അതിങ്ങനെ കല്ലിക്കില്ല. നേരെ മറിച്ച് നമ്മളിത് ജസ്റ്റ് എല്ലാം പെറുക്കി വെച്ച് പിന്നെ തീ കൊടുക്കുമ്പോൾ അത് കുറച്ച് സമയം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് ആ വെള്ളം ചൂടാവുള്ളൂ. അപ്പോൾ ഇപ്പോൾ കൊഴുക്കട്ടയായാലും അടയായാലും പഴം പുഴുങ്ങ എന്തായാലും അതിങ്ങനെ ഒന്ന് കല്ലിക്കെന്ന് പറയും. നേരെ മറിച്ച് ഇങ്ങനെ നന്നായി തിളച്ച് ഇങ്ങനെ ആവി വന്നുകൊണ്ടിരിക്കുന്ന പരുവത്തിൽ നമ്മൾ എടുത്തു വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് തന്നെ നമുക്ക് വെന്ത് കിട്ടും കേട്ടോ. പിന്നെ ഇത് തമ്മിലിങ്ങനെ ഇങ്ങനെ പ്രസ്സായി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ആ വാഴയുടെ തന്നെ തണ്ട് ചെറുതാക്കി മുറിച്ചിട്ട് ഇങ്ങനെ പ്ലസ് പോലെയൊക്കെ ആക്കി വെച്ച് ഒരു എയർ ഗ്യാപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാതും നന്നായിട്ട് വേവും, എല്ലായിടത്തേക്കും ഒരുപോലെ ഇങ്ങനെ വായുസഞ്ചാരം കിട്ടാനൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഈ അട പെട്ടെന്ന് വെന്തും കിട്ടും കേട്ടോ, കാരണം അത്രയ്ക്ക് അധികം താമസമല്ലേ. പിന്നെ ഓൾറെഡി നമ്മളിങ്ങനെ ചൂടായിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇപ്പോൾ അടിയിലത്തെ ഇലയൊക്കെ വാടിയിട്ടുണ്ടാവും, ഇപ്പോൾ ഇത്ര നേരം എടുത്തുല്ലോ. അപ്പോൾ ലച്ചുവിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനത്തെ ചക്കട. അവന് മൊത്തത്തിൽ അട ഭയങ്കര ഇഷ്ടമാണ്, അതിൻ്റെ കൂടെ ചക്കട ഇത്തിരി കൂടുതൽ ഇഷ്ടമാണ്. മാളുവിന് അത്രയ്ക്കാണ് താല്പര്യമില്ല. എന്നാലും ഈ ചക്കയൊക്കെ അങ്ങനെ ഒരു സീസണൽ ഫുഡല്ലേ, അതുകൊണ്ട് തന്നെ ചക്കയുടെ ഐറ്റംസിനോടൊക്കെ ഒത്തിരി ഒരു ഇഷ്ടം ഉണ്ടാവും. പക്ഷെ ഇപ്പോഴത്തെ പുതിയ പിള്ളേർക്കൊന്നും അങ്ങനെ അത്രയ്ക്ക് വലിയ താല്പര്യമില്ല എന്ന് തോന്നുന്നുണ്ട്. കണ്ടില്ലേ, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്കിങ്ങനെ ഈ ഇലയമെന്ന് വിട്ട് വന്നാൽ തന്നെ വെന്തു എന്നാണല്ലോ അർത്ഥം. അപ്പോൾ അതാ ഇങ്ങനെ പതുക്കെ പൊക്കി കിണത്തിലേക്ക് എടുക്കുക, കാരണം ഭയങ്കര ചൂടാണ്. കൈ കൊണ്ട് എടുക്കാൻ നിന്നാൽ അതിൻ്റെ അടിയിലത്തെ ഫുള്ള് ആവി നമ്മുടെ കയ്യിലേക്ക് തട്ടും. നമ്മുടെ അടിപൊളി അട റെഡി ആയിട്ടുണ്ട്. പിന്നെ ഭയങ്കര ചൂടാണ്, അറിയാലോ, ഈ ശർക്കരയ്ക്കൊക്കെ ഭയങ്കര മെൽറ്റിംഗ് പോയിൻ്റ് ആണ്. നമ്മൾ ഒന്ന് ചൂടാറിയതിന് ശേഷം കഴിക്കുകയായിരിക്കും നല്ലത്. അപ്പോൾ ഒരു റൂണി എടുത്തിട്ട് നമുക്ക് പോവാം. ബാക്കിയുള്ളത് ഈ പാത്രത്തിൽ തന്നെ ഇരുന്നോട്ടെ. ഒന്നുകൂടി ഇങ്ങനെ നമ്മൾ തീ ഓഫാക്കിയാലും അതിൻ്റെ ഇങ്ങനെ ആവി ആ ചൂടിൽ ഇരുന്നിരുന്നിട്ട് ഒന്നും കൂടിയും ആ ഇലയൊക്കെ ഒരു ഡാർക്ക് പച്ച കളറിലേക്ക് ആവണം. ഒരു ചെറുപയറിൻ്റെ ഒക്കെ ഒരു പച്ചയുണ്ടല്ലോ, ആ കളറിലേക്കൊക്കെ ആയിക്കഴിഞ്ഞാൽ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ഇപ്പോൾ കണ്ടില്ലേ ആ ഇലകൾ തമ്മിലുള്ള വ്യത്യാസം കണ്ടില്ലേ. ഇത് ഇങ്ങനെ നല്ലോണം തളർന്ന് വേവുമ്പോഴാണ് അതിന് ഭയങ്കര ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ നമ്മൾ കട്ടൻസും കൂടിയിട്ട് അടിക്കാൻ പോവാണ്. ഇപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ മഴ അത വരുന്നതോടുകൂടി ഇതാ പോവും അതിൻ്റെ പിന്നാലെ കറണ്ട്. അപ്പം നമുക്ക് എന്താ ചെയ്യുക. അപ്പം ഞാൻ കുറച്ച് ചക്കക്കുരു വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചക്കക്കുരു പണ്ടൊക്കെ അതിൻ്റെ തൊലി കളയുമ്പോൾ എനിക്ക് വിരലുമ കുറേ ഇങ്ങനെ മുറിയും, അതിൻ്റെ ആ ഒരു കട്ടി ഷീറ്റ് ഉണ്ടല്ലോ അത് പോകുമ്പോൾ. ഇപ്പം ഞാനിപ്പോൾ എന്താ പരിപാടി ചെയ്തേക്കണമെന്ന് വെച്ചാൽ നടു കട്ട് ചെയ്യും, നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് 2-3 വെള്ളത്തിലൊക്കെ കഴുകിയെടുക്കും. എന്നിട്ട് അത് നടു കട്ട് ചെയ്യും. അത് കഴിഞ്ഞ് കുക്കറിൽ ഉപ്പിട്ടിട്ട് 2 വിസിലടിക്കും. അത് കഴിഞ്ഞതിന് ശേഷം ചൂടാറിയിട്ട് ജസ്റ്റ് നമ്മളങ്ങനെ അതിൻ്റെ കവറ് എടുക്കണ പോലെ എടുത്താൽ മതി. പിന്നെ അതിൻ്റെ ആ ചുമന്ന തൊലി കളയാറില്ല, ചുമന്ന തൊലിയോട് കൂടിയിട്ട് തന്നെ വെക്കാൻ നല്ലതെന്ന് പറയണു. അപ്പോൾ ആ മുകളിലുള്ള കവറുണ്ടല്ലോ, അതിന് എന്തെന്ന് പറയുക, ചക്കയുടെ തൊലി, അത് മാത്രം അങ്ങനെ കളയുക. അപ്പോൾ വെന്തതിന് ശേഷം ആകുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ തൊപ്പി ഊരിയെടുക്കണ പോലെ ഇങ്ങനെ ഊരിയെടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ആക്കി വെച്ചതാണ് ഞാൻ. അപ്പോഴത്തേക്കാണ് കറണ്ട് പോയത്. അപ്പോൾ പിന്നെ എന്തായാലും ഇത് ഉപ്പേരി കാച്ചി വെക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ രാത്രിക്ക് കഞ്ഞിയും ഉപ്പേരിയാണെന്ന് ഞാൻ ഉദ്ദേശിക്കണേ. അപ്പോൾ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട്, അത് കുറേ അധികം ആവണത് ഇവിടെ ഇഷ്ടമല്ലേ, പക്ഷെ അത് ഇതിൻ്റെ ഒരു മണവും അതിന് ഇങ്ങനെ ഇടയ്ക്ക് കടിക്കാൻ കിട്ടണമെന്നൊക്കെ രസമല്ല. അപ്പോൾ കുറച്ചിട്ടു, ബാക്കി നമ്മൾ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇപ്പോൾ കറണ്ട് ഇല്ലാത്ത കാരണം ഞാൻ ഓൾറെഡി വീഡിയോ പിടിക്കാനൊക്കെ ആയിട്ടൊക്കെ എടുത്ത് വെച്ചു, അപ്പോഴാണ് കറണ്ട് ചതിച്ചത്. പക്ഷെ നമ്മൾ തളരാൻ പാടില്ലല്ലോ. അപ്പോൾ തന്നെ ഞാനൊരു മെഴുകുതിരി എടുത്തിട്ട് അപ്പുറവും ഇപ്പുറവും കത്തിച്ച് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മളിങ്ങനെ വേവിച്ച് വെച്ചു. അപ്പോൾ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് ഇങ്ങനെ വെന്തുട്ടോ, ഭയങ്കര നൂറാണ് അതിന്. 100 മീൻസ് അതിൻ്റെ ഫ്ലഷ് ഭയങ്കര സോഫ്റ്റായിട്ട് ഇങ്ങനെ വെന്തിട്ടുണ്ടാവും. അപ്പോൾ ഈ ഉപ്പേരി എന്ന് പറയുന്നത് അടിപൊളിയാണ്, കഞ്ഞിക്ക് നല്ല സൂപ്പറാണ്. ഇപ്പോൾ നീളത്തിലൊക്കെ അരിഞ്ഞിട്ട് കണ്ടിട്ടുണ്ട് തോരൻ പോലെ. നമ്മളിതിങ്ങനെ ഉള്ളി കാച്ചിട്ടുള്ള ഉപ്പേരിയായിട്ട് വയ്ക്കുക. പിന്നെ ഇത്തിരി അധികം വെളുത്തുള്ളിയൊക്കെ കാച്ചിട്ടുണ്ട്. നമ്മുടെ മാളും എന്താ പഠിക്കണേ, ഇപ്പോൾ എത്രയിലായി എന്നൊക്കെ കുറേ കമൻസ് കണ്ടു. അപ്പോൾ അവൾ ഇപ്പോൾ നമ്മൾ ഇയർ പറയുകയാണെങ്കിൽ 3ാമത്തെ ഇയറിലേക്കായി, BSc കെമിസ്ട്രി 3ാമത്തെ ഇയറായി.
സെമസ്റ്റർ 4 സെമസ്റ്റർ കഴിഞ്ഞു. ഇതിപ്പോൾ 5ാമത്തെ സെമസ്റ്ററിലേക്ക്. അപ്പോൾ 4ാമത്തെ സെമസ്റ്റർ കഴിഞ്ഞ് റിസൾട്ടൊക്കെ വന്നപ്പോൾ ഞാൻ ഭരതനോട് പറഞ്ഞതാണ് കുട്ടിക്ക് എന്തെങ്കിലും ഒരു കേക്ക് മേടിച്ച് കൊടുക്കാനായിട്ട്. അത് റിസൾട്ട് വന്നിട്ട് കുറേ നാളായി, ഇതുവരെ ഒന്നും വാങ്ങിച്ചൊന്നും കൊടുത്തില്ല. അപ്പം ഇതുവരെയുള്ള ഈ 2 വർഷത്തെ വരെയുള്ള റിസൾട്ടിൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഒരു കേക്ക്. അപ്പോൾ എന്തെന്ന് എഴുതുക. അപ്പോൾ ഭരതേട്ടൻ ഹാപ്പി മാളു എന്നങ്ങോട്ട് എഴുതി. ഇതുവരെ ഹാപ്പിയും എന്ന് പറഞ്ഞിട്ട് ഒരാളുടെ പേര് മാത്രം എഴുതിയിട്ടുള്ള ഒരു കേക്ക് കട്ടിങ് ആരും കണ്ടിട്ടുണ്ടാവില്ല അല്ലേ. ഹാപ്പി ബർത്ത്ഡേ അല്ലാത്തതുകൊണ്ട് ബർത്ത്ഡേ എന്ന് എഴുതിയില്ല. അപ്പോൾ അങ്ങനെ ഭരതേട്ടൻ കേക്കൊക്കെ മേടിച്ചു കൊടുന്ന് അത് കട്ട് ചെയ്തു. അപ്പോൾ അതേ മാളു ലച്ചു ഒക്കെ വലിയ കുട്ടികളായി. ലച്ചു ഏകദേശം മാളുവിൻ്റെ ഒപ്പത്തിനായി. നമ്മളെ അച്ചാറിലേക്ക് കുറച്ച് ഉലുവ മേടിച്ചുകൊണ്ടിരാനായിട്ട് ഭരതൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൾ മറക്കാതെ കടയിൽ കയറിയിട്ട് ഉലുവ മേടിച്ചു കൊടുന്നു. ഇവിടെ വന്നിട്ട് ഞാൻ നോക്കുമ്പോഴാണ് മനസ്സിലാവണേ ഇത് നമ്മുടെ നാട്ടിൽ ഇതിന് ഉലുവ എന്നല്ല പേര് പറയുക, ഇത് കടുക് എന്നാണ് പറയുക. അപ്പോൾ ഞാൻ ഭരതനോട് കുത്തിപ്പിടിച്ച് ചോദിച്ചു ഇതെന്താ സംഭവം എന്ന്. അപ്പോൾ പറയാം ഞാൻ പെണ്ണ് കാണാൻ വന്നപ്പോഴും ഇങ്ങനെ തന്നെയായിരുന്നല്ലോ, പാവം പെൺകുട്ടിയാണെന്ന് വിചാരിച്ചിട്ട് കല്യാണം കഴിച്ചു കൊടുന്നത്. ഇപ്പോഴല്ലേ അത് പാവം എന്നല്ല എന്ന് മനസ്സിലായി. അപ്പോൾ അതുപോലെ തന്നെ ആൾ ഉലുവയെന്ന് വിചാരിച്ചിട്ട് മേടിച്ചത് അത്ര, വീട്ടിലെത്തിയപ്പോഴാണ് അത് കടുകാന്ന് മനസ്സിലാവണേന്ന്. പിന്നെ ഞാനൊന്നും പറയാൻ പോയില്ല. അപ്പോൾ നോക്കിയപ്പോൾ പാത്രത്തിൽ കുറച്ച് ഉലുവ കിടക്കുന്നുണ്ട്. ആ ഉള്ളതൊക്കെ കൂടി ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ട്, അത്രയ്ക്കുള്ള അളവല്ലേ ഉള്ളൂ നമ്മുടെ അച്ചാർ, അപ്പോൾ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഭരതേട്ടനും പറയണത് അത് തന്നെയാണ്. നീ നല്ല പച്ച പാവാന്ന് വിചാരിച്ച് കെട്ടി കൊണ്ടുവന്നു, ഇവിടെ വന്ന് ഇതും ഉള്ളതും വെച്ച് ഉന്ത് തന്നെ, അതുപോലെ തന്നെ നീ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു എന്ന് എന്നോട്. എന്താ ചെയ്യുക. അപ്പോൾ നമ്മുടെ ഉലുവ വറുത്ത് മാറ്റി വെച്ചു. പിന്നെ ഈ കായമുണ്ടല്ലോ, ഈ കായം എണ്ണയിൽ തന്നെ വറുത്തെടുക്കണമെന്ന് വലിയ നിർബന്ധമില്ല. കാരണം നല്ല ചൂടായിട്ടുള്ള ചീനച്ചട്ടിയാണെങ്കിൽ ജസ്റ്റ് അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. കുറച്ച് നേരം അങ്ങനെ കിടന്നു കഴിഞ്ഞാൽ അതിങ്ങനെ സ്വന്തമായിട്ട് ഇങ്ങനെ നല്ല ബോൾ പോലെ വീർത്ത് വരും. എന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് കിടന്ന് ഉരുളും. അപ്പോൾ ഇടയ്ക്കൊന്നും നമ്മൾ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അത് ഫുള്ളിങ്ങനെ നല്ല ബലൂൺ പോലെയാവുമ്പോൾ നമ്മളത് എടുത്ത് മാറ്റി വയ്ക്കുക. നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ അതൊന്നിങ്ങനെ ചാറിറങ്ങിയിട്ട് അതിൻ്റെ മണം തന്നെ ഒരു വ്യത്യാസം വന്നു. പിന്നെ ഈ മാങ്ങ കഷ്ണങ്ങൾ കടിക്കുമ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. സാധാരണ രാത്രി അങ്ങനെ മിക്സ് ചെയ്ത് വെച്ചാൽ ഒരു രാവിലെ ഒരു 10-11 മണി സമയത്തൊക്കെ ഉണ്ടാക്കിയാലും നല്ലതായിരിക്കും. ഇതിപ്പോൾ അത്ര സമയം കിട്ടിയിട്ടില്ല എന്നാലും. അപ്പം ഞാൻ കടുക് പൊട്ടിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ലേ, പിന്നെ എന്തായാലും കുറേ കടുക് വാങ്ങിച്ചു കൊടുത്തതല്ലേ, അപ്പോൾ അത് പൊട്ടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ടു. അതൊരു ചൂടോട് കൂടിയിട്ട് തന്നെ ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. കാരണം ഇത്തിരി വലിയ പീസുകളായിട്ടില്ലേ നമ്മളിത് കട്ട് ചെയ്തേക്കണേ. അപ്പോൾ അതുകൊണ്ട് ചൂടോട് കൂടി നമ്മളിങ്ങനെ കുനുകുനാന്നെ കൊത്തിയരിഞ്ഞിട്ടാണെങ്കിൽ ഇതിലും ടേസ്റ്റാണ് കേട്ടോ. ഞാനിവിടെ എന്നാലും എന്തോ ഒരു പരിപാടി ഉണ്ടായപ്പോൾ ഞാൻ ഇതുപോലെ ഇൻസ്റ്റൻ്റായിട്ട് കൊത്തിയരിഞ്ഞ മാങ്ങ വെച്ചിട്ട് അച്ചാറുണ്ടാക്കി എല്ലാവരും പറഞ്ഞു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട്, പെട്ടെന്ന് ഉണ്ടാക്കിക്കൊണ്ട് നല്ല രസമുണ്ടെന്ന്. അപ്പോൾ നമ്മുടെ ഇടികല്ലിൽ പൊടിച്ചെടുത്തു. ഇടികല്ലിൽ പൊടിച്ച് അതങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഇതിൻ്റെ ചൂട്, ഇതിനിപ്പോൾ ഇത്തിരി ചൂടുണ്ടാവുമല്ലോ എണ്ണയുടെയും എല്ലാം, അതിൻ്റെ ചൂടൊക്കെ ഒന്ന് അറിയതിന് ശേഷം എന്താ കണ്ടോ ചാറൊക്കെ പാകത്തിനുണ്ട്. അപ്പോൾ അതിന് ചൂടൊന്ന് അറിയതിന് ശേഷം നമ്മൾ കുപ്പിയിലാക്കി വെച്ചു കൂട്ടാം. ഞാൻ പറഞ്ഞില്ലേ രാവിലെ കുറച്ചും കൂടിയും ചക്ക ബാക്കിയുണ്ടെന്ന്. അപ്പോൾ അത് ഞാൻ ഒന്ന് വരട്ടിയെടുത്തു. കുറച്ച് അളവുള്ള കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കുറേ അധികം നേരമൊന്നും ഇളക്കി നിൽക്കേണ്ടി വന്നില്ല. പിന്നെ ഞാൻ എൻ്റെ ചേച്ചിയുടെ മോളനെ ഫോൺ ചെയ്യും. അവളായിട്ട് ഇങ്ങനെ സംസാരിച്ച് ഇതിങ്ങനെ ഇളക്കി ചക്ക വരട്ടി ഇങ്ങനെ ആവണത് നമ്മളറിയില്ല. അയ്യോ പറഞ്ഞ് സമയം പോയത് അറിഞ്ഞില്ല. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. വീഡിയോ കഴിഞ്ഞു. ലച്ചുവിനെ ഒരുപാട് പേര് അന്വേഷിച്ചു. ഭയങ്കര സന്തോഷമുണ്ട്. അവൻ വലിയ കുട്ടിയായി, നല്ല ഉയരം വെച്ചു, 5 അടിയിലൊക്കെ മുകളിൽ ഹൈറ്റായി, എൻ്റെ ഒപ്പം എത്താറായി. അപ്പോൾ അതാ മാളു. ഇനി അടുത്തൊരു വീഡിയോയിൽ പിള്ളേരെ കൊണ്ടുവരാം കേട്ടോ. ഇപ്പോൾ നമ്മൾ തൃശ്ശൂർ നെഹ്റു പാർക്കിൽ ഇങ്ങനെ ഒരു ഏറുമാടം പോലത്തെ ഒരു പരിപാടിയൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൻ്റെ പണിയൊക്കെ കംപ്ലീറ്റ് ആയതിനു ശേഷം ആൾക്കാർക്ക് അതിൻ്റെ മുകളിൽ കയറി അതിനൊക്കെ കയറാൻ പറ്റുമെന്ന് തോന്നുന്നു. ബാക്കി വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബായ്.